ഓണസദ്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം മീഡിയം സൈസായിട്ടുള്ള ഒരു ക്യാബേജിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ എരിവ് കുറച്ച് ചെയ്യുക, അതല്ലെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 ഒരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റം വരുത്തുക. ക്യാബേജ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. ക്യാബേജ് വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിയതുപോലെ ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 1/2 കപ്പിനടുത്ത് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തണ്ടോളം കറിവേപ്പില കൂടി ഉപയോഗിക്കാം. ഇത്രയും ഉപയോഗിച്ചതിന് ശേഷം ഇതൊക്കെ കൂടി കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നന്നായി മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂണോളം തന്നെ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. കൂട്ടത്തിൽ 1-2 വറ്റൽമുളക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ക്യാബേജ് കുക്ക് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നത് ക്യാബേജിൽ നിന്ന് ഒത്തിരി വെള്ളം അങ്ങ് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് പോലെയാണ് ഉണ്ടാകുക. നമുക്ക് സദ്യക്കൊന്നും കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ഫ്ലെയിം നന്നായിട്ട് കുറക്കണം എന്നല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു കുഴഞ്ഞ പാകത്തിന് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടും. ഇത് നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഓണസദ്യയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.